അങ്ങനെ കിസ് ചെയ്ത് നേരെ നമ്മുടെ ടൂയുടെ റൂമിലേക്ക് ചെല്ലുവാണ്. നമ്മുടെ ടൂ ആണെന്നുണ്ടെങ്കിൽ ഗൈഡ് എടുത്ത് നീ ഒരു കാര്യത്തിൽ ഷുവർ ആണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഇവനാണെന്നുണ്ടെങ്കിൽ ആ ഷുവർ ആണെന്ന് പറയാണ്. പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് തന്നെ കാര്യത്തിലേക്ക് കിടക്കുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ടൂയുടെ ആ ഒരു വെട്ടുകട പാടില്ലേ അതിലേക്കൊക്കെ തൊടുന്നുണ്ട്. ഗയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് വേദനിച്ചു എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ അതിന് മറുപടി പറയുന്നത് വേറെ രീതിയിലാണ്. അങ്ങനെ അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ ബാൽക്കണിയിൽ നിൽക്കുകയാണ്. അവിടേക്കാണെന്നുണ്ടെങ്കിൽ ടൂ വന്നിട്ട് നീ ശരിക്കും ഹാപ്പി ആയെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഇവനാണെന്നുണ്ടെങ്കിൽ മാത്രം പറയാണ്. അതെന്താ ഇന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ ശരിക്കും ഹാപ്പിയായെന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞ് നിന്നിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ആ ഒരു വെട്ടും കുത്തൊക്കെ കൊണ്ട പാടില്ലേ ആ പാടിലേക്കൊക്കെ തൊട്ട് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നിനക്ക് എങ്ങനെയാണ് കിട്ടിയെന്നൊക്കെ. അതിന് ഇവനാന്നുണ്ടെങ്കിൽ കൂടുതലും കിട്ടിയിട്ടുള്ളത് വർക്കിൽ നിന്നാണ്. ഞങ്ങൾ നൈസായിട്ടാണ് അവരുടെ അടുത്ത് സംസാരിക്കുന്നത്, പക്ഷേ അവർ തിരിച്ച് മറുപടി പറയുന്നത് കത്തി കൊണ്ടായിരിക്കും എന്നൊക്കെ പറയാണ്. ഇതാ ഈ ഒരു മുറിവില്ലേ എന്നൊക്കെ പറഞ്ഞ് പറയാൻ വേണ്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ കയ്യാന്നുണ്ടെങ്കിൽ വേണ്ട ഇത് കൂടുതലൊന്നും എൻ്റെ അടുത്ത് പറയണ്ട, എനിക്ക് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ടായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ അന്നേരം വേദനിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കിപ്പോൾ വേദനിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കയ്യാന്നുണ്ടെങ്കിൽ നീ എനിക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗ്യാങ്സ്റ്റർ ലൈഫ് നീ ക്വിറ്റ് ചെയ്യാന്ന്. അനിവനാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് സത്യമാണ്, ഇവിടുന്ന് പോയ പാടെ തന്നെ എൻ്റെ ഗ്യാങ്സ്റ്റർ ലൈഫ് ഞാൻ ക്വിറ്റ് ചെയ്യും, നിനക്ക് വേണ്ടിയിട്ട് എപ്പോഴും നീ എൻ്റെ കൂടെ തന്നെ വേണം, അതിനുശേഷം നമുക്ക് ആ റെസ്റ്റോറൻറ്റ് റൺ ചെയ്യാന്നൊക്കെ പറയാണ്. ഇവന് ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി നേരെ നമ്മുടെ ഗൈഡ് വീട്ടിലേക്ക് വരികയാണ്. വന്ന പാടെ തന്നെ നമ്മുടെ ടൂ ആണെന്നുണ്ടെങ്കിൽ ഗൈഡ് അച്ഛനും അമ്മയും വഴക്ക് പറയത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, അത് മാത്രമല്ല ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നൈറ്റ് തങ്ങാൻ പോകുന്നതെന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നിന്റെ ഫ്രണ്ട് ആണെന്നോ, അത് ശരിക്കും ആരാന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അതിന് ഇവനാന്നുണ്ടെങ്കിൽ പിന്നെന്തോ ഞാൻ അവിടുത്തെ പറയണമായിരുന്നോ അത് നീയാണെന്നും നീ ഞാനും കൂടി നിന്റെ റൂമിൽ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന്. അതിന് ഇവനാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എന്ന് പറഞ്ഞ് മീൻ ചെയ്യുന്നത് എന്തുവാ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടി പറയാണ്. അങ്ങനെ ഇവൻ്റെ ആ റൊമാൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടേക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാല് വരുന്നുണ്ട്. വാല് വരുന്നത് തന്നെ ഗായ് നീ ഇന്നലെ നൈറ്റ് എവിടെയായിരുന്നു, നീ നിന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിന്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ്, നിനക്ക് ആകപ്പാട് ഫ്രണ്ട് എന്ന് പറയുന്നത് ഞാൻ മാത്രമാണ്, ഇനി ഞാൻ അറിയാതെ വേറെ ഏത് ഫ്രണ്ടാണ് നിനക്കുള്ളത്, അതാ ഈ നിൽക്കുന്ന ഇവൻ്റെ വീട്ടിലേക്കാണ് പോയതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യാന്നുണ്ടെങ്കിൽ അതൊക്കെ പോട്ടെ വാൽ ഞാനിവിടെ ഉള്ള കാര്യം നിനക്ക് അങ്ങനെ അറിയാമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, നീ എവിടെ പോയി വിളിച്ചാലും ഞാൻ നിന്നെ കണ്ടുപിടിക്കും, അതേപോലെ തന്നെ നിന്റെ സ്വഭാവത്തിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്, ഈ ഒരു പയ്യനെ കണ്ടുമുട്ടിയതിന് ശേഷം നിന്റെ അമ്മയടുത്തും അച്ഛൻ്റെ അടുത്തും കള്ളം പറയാൻ വേണ്ടി വരെ സ്റ്റാർട്ട് ചെയ്തല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ വാ ഇങ്ങോട്ട് വാ എനിക്ക് ഇതിൻ്റെ അടുത്തൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയാണ്. അങ്ങനെ ഇവരെയും വിളിച്ചുകൊണ്ട് പോയി സംസാരിക്കുകയാണ്. നീ പറഞ്ഞ കറക്റ്റാണ്, ഞാൻ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്, ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ടായിട്ട് നിന്നെ മാത്രമേ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ, നീ പഠിക്കുന്ന അതേ യൂണിവേഴ്സിറ്റിയിലും പഠിച്ച് നിന്റെ ഫ്രണ്ട്സ് എല്ലാം എൻ്റെ ഫ്രണ്ട്സ് ആക്കി, ഇപ്പോഴൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്കത് ഒരുപാട് മടുത്ത്, എനിക്ക് എൻ്റേതെന്ന് പറഞ്ഞ ലോകം വേണ്ടേന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ നീ പറഞ്ഞു വരുന്നതിന്റെ മീനിങ് എന്താന്ന് പറഞ്ഞ് ചോദിക്കാണ്. അതിന് നമ്മുടെ കയ്യാന്നുണ്ടെങ്കിൽ നീ ഉദ്ദേശിക്കുന്നത് തന്നെ ഞാൻ ട്യൂ എടുത്ത് സമ്മതിച്ച് അവന്റെ ബോയ് ഫ്രണ്ട് ആവാണെന്ന്. അപ്പൊ തന്നെ നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ ഷോക്ക് ആവുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് എടുത്ത് പോയി നിൽക്കുകയാണ്. അവന് തന്നെ അറിയത്തില്ല അവൻ എന്തിനാണ് ഇങ്ങനെ അപ്സെറ്റ് ആയിട്ട് നിൽക്കുന്നതെന്ന്. അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തം നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ ട്യൂവിനെ ബോയ് ഫ്രണ്ട് ആയിട്ട് അംഗീകരിച്ചെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇവിടെ നമ്മുടെ ട്യൂവിനാന്നുണ്ടെങ്കിലും ഗയ്യെ കേക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇവനാന്നുണ്ടെങ്കിൽ കഴിക്കുന്നില്ല. നീ ഇതുവരെ അവനുമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ എന്താണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ അത് വേറെ കാര്യമൊന്നുമല്ല, നമ്മൾ തമ്മിൽ റിലേഷൻ ആണെന്ന് പറഞ്ഞു, ഇത്ര ഉള്ളെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ടൂ ആണെന്നുണ്ടെങ്കിൽ ഹാപ്പി ആയിട്ട് ആ കേക്ക് കഴിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം രണ്ടുപേരും തിരിച്ചു വരുവാണ്. കാറിൽ നിന്ന് പുറത്തിറങ്ങിയ പാടെ തന്നെ നമ്മുടെ ടൂ ആണെന്നുണ്ടെങ്കിൽ ഗൈഡ് അടുത്തേക്ക് ചെന്നിട്ട് നിന്റെ കയ്യിലുള്ള എന്തെങ്കിലും എനിക്ക് തരാൻ വേണ്ടി പറയാണ്. ഇതേക്കുമ്പോൾ നമ്മുടെ കയ്യാന്നുണ്ടെങ്കിൽ അതെന്തിനാന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. ഇതിന് ശേഷം ഞാനാണെന്നുണ്ടെങ്കിൽ മിസ്റ്റർ ബൈബിനായിട്ട് പോയി സംസാരിക്കാൻ വേണ്ടി പോവാണ്. സോ അതിനൊരു എൻകറേജ് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ കയ്യിലുള്ള ഒരു കർച്ചീഫ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതൊരു വാഷ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ടൂ ആണെന്നുണ്ടെങ്കിൽ അതൊന്നും നല്ല കാര്യമാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിന്റെ സെന്റ് എനിക്ക് കിട്ടുമല്ലോ എന്നൊക്കെ പറയാണ്. അതിനുശേഷം ഇവനാണെന്നുണ്ടെങ്കിൽ നേരെ കിസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ കയ്യാന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ എന്തോ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ ടൂ ആണെന്നുണ്ടെങ്കിൽ അതാണെന്നുണ്ടെങ്കിൽ ഗുഡ് ബൈ കിസ് തരാൻ വേണ്ടി പോകുന്നതെന്ന് പറയണേ. ഇതേക്കുന്നത് നമ്മുടെ കയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഞാൻ ആദ്യമേ വിചാരിച്ചത് നീ ഭയങ്കര ബോർഡായിട്ടുള്ള ബോയ് ഫ്രണ്ട് ആണെന്ന്, പക്ഷേ നീ ശരിക്കും ഒരു ചിക്കൻ ആണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കയ്യാന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ട്യൂയുടെ മൂക്കി പോയി ചെന്ന് കടിക്കുകയാണ്. നീ ഇപ്പോൾ എന്നെ കടിച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ട്യൂ ആണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ നെറ്റിലും കവളിലും ലിപ്പിലും എല്ലാം കിസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയാണ് ഗൈ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ തിരിച്ചു വരുമെന്നൊക്കെ. ഇതും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഗൈക്കാന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ പന്തികേട് മണക്കുവാണ്. ട്യൂ പറഞ്ഞ പോലെ തന്നെ ബൈബിനെ പോയി ചെന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. ബൈബിനാന്നുണ്ടെങ്കിൽ നീ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. അതിനിവനാന്നുണ്ടെങ്കിൽ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ എനിക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു ജോലി നിന്ന് ക്വിറ്റ് ചെയ്യണമെന്ന് പറയണേ. ഇതേക്കുന്ന മിസ്റ്റർ ബൈബിനാന്നുണ്ടെങ്കിൽ അതെന്ത് പറ്റി നീ ഇപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം, നീ എന്നുണ്ടെങ്കിൽ ലവ് വീണമെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ അതൊന്നും അല്ല കാരണം എന്ന് പറയണേ. അത് നമ്മുടെ ബൈബിനാന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് കഴിഞ്ഞിട്ട് നീ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ആ ഒരു റെസ്റ്റോറൻറ്റില്ലേ അത് റൺ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ നമ്മുടെ ട്യൂ പറയുകയാണ്. ഇതേക്കുമ്പോൾ നമ്മുടെ ബൈബിനാന്നുണ്ടെങ്കിൽ അന്ന് നീ അന്നേരം എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞായിരുന്നല്ലേ, അവനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവരുടെ ആ ഒരു അതിർത്തിയാണെന്നുണ്ടെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതെന്നൊക്കെയാണ്. ഇപ്പം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബൈബിന് അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ബൈബിനാന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഓക്കെ നീ അകത്തേക്ക് വാ നിനക്കുള്ള സമ്മാനം തരാമെന്ന് പറയാണ്. അങ്ങനെ അകത്തേക്ക് ചെന്ന പാടെ തന്നെ നമ്മുടെ ട്യൂയുടെ കയ്യിലുള്ള ഗണ്ണ് വാങ്ങിച്ചിട്ട് അതിനകത്തു നിന്നുള്ള ബുള്ളറ്റൊക്കെ നേരെ താഴത്തേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് ഓരോന്നായിട്ട് റീലോഡ് ചെയ്യുകയാണ്. ഓരോന്നിടുമ്പോഴും പറയുന്നത് ഇതാണെന്നുണ്ടെങ്കിൽ എൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്, ഇതാണെന്നുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞു തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ നമ്മുടെ ട്യൂയുടെ കയ്യിലേക്ക് ഗണ്ണ് വെച്ച് കൊടുക്കുന്നുണ്ട്.
ടു ആണെന്നുണ്ടെങ്കിൽ ട്രിഗർ വലിക്കുന്നുണ്ട്. പക്ഷെ അതിനകത്തുനിന്ന് ഒരു ബുള്ളറ്റ് പോലും പുറത്തേക്ക് വരുന്നില്ല. ഇത് കാണുന്ന ബൈബിളാണെന്നുണ്ടെങ്കിൽ നിനക്ക് ലെക്കുണ്ട്, എന്നാൽ പിന്നെ ഓക്കെ നീ ഇവിടെ നമുക്ക് പോയിക്കോളാൻ പറയണേ. ഇവനാണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നടന്നു വരുവാണ്. പക്ഷെ അവിടെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ടൂവിനെ അടിക്കുന്നുണ്ട്. ടു ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ കൊടുത്ത കർച്ചീഫ് പിടിച്ചിട്ട് അവനാണെന്നുണ്ടെങ്കിൽ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ തിരിച്ചു വരും എന്നൊക്കെ. ആ ഒരു വാക്കും ആലോചിച്ച് അങ്ങനെ തന്നെ ഇരിക്കുവാണ്. ഇവിടെ നമ്മുടെ ഗെയിമിംഗ് പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഗെയിമൊക്കെ കളിച്ച് ആകെപ്പാട് ബോറടിച്ചിട്ട് അവർ പുറത്തേക്ക് വരികയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ഗൈഡ് അടുത്തുനിന്ന് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്, അവനാണെന്നുണ്ടെങ്കിൽ റീജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നുള്ള രീതിയിൽ. അപ്പോഴേക്കും ഡോറിൽ ആരോ തട്ടുന്നുണ്ട്. ഇവൻ ചെന്ന് തുറന്നു നോക്കുമ്പോഴേ അത് നമ്മുടെ ടു ആണ്. ടു ആണെന്നുണ്ടെങ്കിൽ ഫൈനലി ഞാൻ ഫ്രീ ആയി ഗൈ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ നമ്മുടെ ഗൈഡ് മേത്തേക്ക് വന്ന് വീഴുവാണ്. ഗൈ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ പേടിക്കുന്നുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ നീ ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പോൾ പോലീസിനെ വിളിക്കാന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ ടു ആണെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ടെന്ന് പറയണേ. നീ ഇത്രയും ക്രൂരായിട്ട് ഉപദ്രവിച്ചിട്ട് എന്തുകൊണ്ടാണ് നീ പോലീസിനെ വിളിക്കേണ്ടെന്നൊക്കെ പറയുന്നതെന്നൊക്കെ നമ്മുടെ ഗൈ ചോദിക്കുമ്പോൾ ടു ആണെന്നുണ്ടെങ്കിൽ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തത് എൻ്റെ ആൾക്കാർ തന്നെയാണെന്ന് പറയണേ. ഇതേക്കൊന്ന് നമ്മുടെ ഗൈ ആണെന്നുണ്ടെങ്കിൽ നീ തന്നെയല്ലേ പറഞ്ഞത് നിങ്ങളെല്ലാവരും ഒരേ ഫാമിലിയെ പോലെയാണ്, അതേപോലെ തന്നെ നിങ്ങൾ പരസ്പരം ഒറ്റ കൊടുക്കത്തില്ല എന്നൊക്കെ, പിന്നെന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ നമ്മുടെ ടു ആണെന്നുണ്ടെങ്കിൽ റൂൾസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് ഞാനല്ലേ, സോ അതിനുള്ള പണിഷ്മെന്റ് ഞാൻ അനുഭവിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയണേ. ഇതേക്കൊന്ന് കഴിയാന്നുണ്ടെങ്കിൽ ഇത് പണിഷ്മെന്റ് അല്ല, ഇതാണെന്നുണ്ടെങ്കിൽ ടോർച്ചറിങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ്. നമ്മുടെ ടു ആണെന്നുണ്ടെങ്കിൽ നീ എന്തിനിങ്ങനെ കരയുന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഗയ്യാന്നുണ്ടെങ്കിൽ ഞാൻ കാരണമല്ലേ നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്, നിനക്ക് ഒരുപാട് മുറിവൊക്കെ പറ്റിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവൻ പിന്നെയും കരഞ്ഞോണ്ടിരിക്കുകയാണ്. അതിന് നമ്മുടെ ടു ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും എനിക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമല്ല, പക്ഷെ എനിക്ക് നീ കരയുന്ന കാണുമ്പോൾ ഒരുപാട് വിഷമം വരികയാണ്, നീ നേരെ കരച്ചിൽ നിർത്താൻ വേണ്ടി പറയാണ്. അങ്ങനെ അതിനൊക്കെ ശേഷം നമ്മുടെ കയ്യാന്നുണ്ടെങ്കിൽ ടൂവിന്റെ മുറിവിൽ മരുന്നൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ ഫുഡ് ഒരു കൊടുക്കുന്ന ടൈമിൽ നമ്മുടെ കയ്യാന്നുണ്ടെങ്കിൽ അറിയാതെ ചൂടോടുകൂടി തന്നെ ഇവന്റെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ കയ്യാന്നുണ്ടെങ്കിൽ അയ്യോ സോറി ഞാൻ ചൂടാറ്റിട്ടുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന നമ്മുടെ ടു ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോയി ചെന്ന് കുടിക്കുകയാണ്. അതിന് നമ്മുടെ കയ്യാന്നുണ്ടെങ്കിൽ നിനക്ക് ചൂടെടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ടു ആണെന്നുണ്ടെങ്കിൽ ഇതിലും ചൂടായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ കുടിച്ചിട്ടുണ്ടെന്ന് പറയാണ്. അന്നേരം നമ്മുടെ കയ്യാന്നുണ്ടെങ്കിൽ ഇത്രയധികം പരിക്ക് പറ്റിയിട്ടും നിന്റെ അഹങ്കാരത്തിന് ഒട്ടും തന്നെ ഒരു കുറവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ആ ചൂടോടെ തന്നെ മാറി വായിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത് നമ്മുടെ കയ്യാന്നുണ്ടെങ്കിൽ ടൂവിന്റെ മുറിവൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. നിനക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ ഭേദമാവുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്നൊന്നും മാറണ്ടെന്ന് പറയണേ. ഇതേക്ക് നമ്മുടെ കയ്യാന്നുണ്ടെങ്കിൽ നീ എന്താ അങ്ങനെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ പെട്ടെന്ന് ഭേദമാവുന്നുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കത്തില്ലല്ലോ എന്നൊക്കെ പറയണേ. അതും പറഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് റൊമാൻസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. പക്ഷെ നമ്മുടെ കയ്യാന്നുണ്ടെങ്കിൽ കടിക്കാൻ വേണ്ടി ചെല്ലുവാണ്. അങ്ങനെ അതിന്റെ അടുത്ത ദിവസമാണ് കാണിക്കുന്നത് രണ്ടുപേരും ഇക്വലിയാക്കുന്നുള്ള രീതിയിൽ ബെഡിൽ കിടന്നിട്ട് റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുറിവൊക്കെ ഉണങ്ങിയതിന് ശേഷം മൂന്നേരും കൂടി റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുവാണ്. റെസ്റ്റോറൻ്റ് ആണെന്നുണ്ടെങ്കിൽ മൊത്തം കുളവാക്കി ഇട്ടേക്കാണ്. അതിന് നമ്മുടെ ടു ആണെന്നുണ്ടെങ്കിൽ സോറി പറയുന്നുണ്ട്, ഞാൻ കാരണമല്ലേ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വന്നതെന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ കയ്യാന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കുകയാണ്. അവനാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്നുപേരില്ലേ മൂന്നുപേർ കൂടി വൃത്തിയാക്കാന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും അവിടേക്കാന്നുണ്ടെങ്കിൽ തുല്ല് വരുന്നുണ്ട്. തുല്ലാന്നുണ്ടെങ്കിൽ ആകെപ്പാടെ അടിയൊക്കെ വാരി കൂട്ടിക്കൊണ്ട് വന്നേക്കാണ്. ഇവനെ കണ്ടപാടെ തന്നെ നമ്മൾ ടു ആണെന്നുണ്ടെങ്കിൽ നിനക്ക് ഇതെന്താ പറ്റിയെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ബോസ് ക്വിറ്റ് ചെയ്തപ്പോഴും ഞാനും ക്വിറ്റ് ചെയ്ത്, അങ്ങനെ എനിക്ക് അടി കിട്ടിയതാണ്, ഇനി ബോസും കൂടി എന്നെ അടിക്കല്ലേ എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ ടു ആണെന്നുണ്ടെങ്കിൽ അതിന് ആരാടാ നിന്നെ അടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ ഹഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ട്യൂനാന്നുണ്ടെങ്കിൽ തീരെ വയ്യ, ഇത് കാണുന്ന ഗയ്യാന്നുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് ഇതിപ്പോൾ ചെയ്യാൻ വേണ്ടി പറ്റുമോ, അല്ലാന്നുണ്ടെങ്കിൽ നീ മാറിപ്പോയിരിക്കാൻ വേണ്ടി പറയാം. നമ്മുടെ ഗൈയുടെ തലമണ്ടയിൽ ഒരു ബുദ്ധി ഒതുക്കിയാണ്. അവരാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 3 ഗെയിമിംഗ് ഫ്രണ്ട്സില്ലേ അവരെയാന്നുണ്ടെങ്കിൽ അവിടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മഫിനാന്നുണ്ടെങ്കിൽ ട്യൂയായിട്ട് ഒട്ടാനുള്ള ശ്രമം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അവളാന്നുണ്ടെങ്കിൽ ട്യൂയുടെ അടുത്ത് വന്നിട്ട് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ വേക്കൻസി വല്ലതും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. അതിന് നമ്മുടെ ട്യൂ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വേക്കൻസി ഒന്നുമില്ല, അത് മാത്രമല്ല ഈ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് എൻ്റെ മാത്രമല്ല അത് ഗൈഡും കൂടിയാണെന്ന് പറയാണ്. അങ്ങനെ വൃത്തിയാക്കലും നടക്കുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് വെച്ച് കോമഡി നടക്കുന്നുണ്ട്, ഗെയിം കളിക്കുന്നുണ്ട്, റൊമാൻസ് നടക്കുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ മഫീനാന്നുണ്ടെങ്കിൽ നേരെ പോയി ചെന്നിരിക്കുന്നത് നമ്മുടെ ട്യൂയുടെ അടുത്താണ്. ട്യൂ ആയിട്ട് ഇങ്ങനെ ഒട്ടി ഇരിക്കുകയാണ്. ഇത് കാണുന്ന നമ്മുടെ ടോമാന്നുണ്ടെങ്കിൽ നീ എന്തിനാ അവൻ്റെ അടുത്ത് പോയി ഇങ്ങനെ ഒട്ടി ഇരിക്കുന്നത്, അവനാന്നുണ്ടെങ്കിൽ ഓൾറെഡി ആളുണ്ടെന്നൊക്കെ പറയാണ്. അന്നേരം നമ്മുടെ മഫീനാന്നുണ്ടെങ്കിൽ ആളുണ്ടെന്ന് അത് ഞാൻ മാത്രം അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ ടോമാന്നുണ്ടെങ്കിൽ പൈയെടുത്ത് കണ്ടില്ലേ അവക്കാന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു, നീ 1000 രൂപ എനിക്കിപ്പോൾ തന്നെ തരണമെന്ന് പറയണേ. രണ്ടിനും കൂടി ബെറ്റ് കെട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പയ്യാണ് കേട്ടോ അതിൽ തോറ്റുപോയത്. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ടൂ ആണെന്നുണ്ടെങ്കിൽ നേരെ പോയി നമ്മുടെ ഗയ്യെ കിസ് ചെയ്യുന്നുണ്ട്. കിസ് ചെയ്തിട്ട് പറയാണ് ഞാൻ കിസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആരും വിശ്വസിക്കത്തില്ല, അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തെന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ തുല്ലാന്നുണ്ടെങ്കിൽ ഇതെന്റെ ബോസല്ല എന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. അങ്ങനെ ആടെയും വയറ് ഫുള്ളായിട്ടില്ല, കുറച്ചുകൂടി ഫുഡ് വേണമെന്നൊക്കെ പറയാണ്. ഫുഡ് വാങ്ങിക്കാനായിട്ട് നമ്മുടെ തുല്ലും ബോസും കൂടിയാണ് പുറത്തേക്ക് പോകുന്നത്. പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ബോസാന്നുണ്ടെങ്കിൽ തുല്ലിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഒരു ഗ്യാങ്സ്റ്റർ ലൈഫിലേക്ക് വന്നേന്നൊക്കെ. അതിന് നമ്മുടെ തുല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ ഇഷ്ടമല്ല, അതെല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളാണെന്ന് പറയണേ. ഇതേക്കുന്നത് നമ്മുടെ ബോസാന്നുണ്ടെങ്കിൽ ശരി എന്നാൽ പിന്നെ ഇത് കഴിഞ്ഞ ശേഷം എന്താ പ്ലാനിങ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ബോസിൻ്റെ കൂടെ ഈ റെസ്റ്റോറൻറ്റ് റൺ ചെയ്യണം, അത്രയുള്ള ആഗ്രഹം. അതേപോലെ തന്നെ നീയാണെന്നുണ്ടെങ്കിൽ വന്ന നാൾ മുതൽ എന്നിങ്ങനെ ഫ്ലേർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയല്ലേ, നിനക്കത് മടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ഇല്ല എനിക്ക് ഒരിക്കലും അങ്ങനെ മടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഫ്ലേർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഗൈഡ് അടുത്തുനിന്ന് മെസ്സേജ് വരുന്നുണ്ട് സോസ് തീർന്നു പോയി അതും കൂടി വാങ്ങിച്ചുകൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബോസാന്നുണ്ടെങ്കിൽ തുല്ലിൻ്റെ അടുത്ത് എന്നാൽ പിന്നെ ഓക്കെ നീ ഇവിടെ നിന്നോ ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇവന് വേറെ ഒരാൾ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അത് വേറെ ആരുമല്ല നമ്മുടെ കെഞ്ചിയാണ്. കെഞ്ചിയാന്നുണ്ടെങ്കിൽ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ ചെയ്യുന്നുണ്ടായിരുന്നു, അതിന് ഇവനാണെന്നുണ്ടെങ്കിൽ ട്യൂ എല്ലാ കാര്യങ്ങളും ക്വിറ്റ് ചെയ്തില്ലേ, അപ്പോൾ പിന്നെ അവനെ വെറുതെ വിട്ടുകൂടെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ അടി വെച്ച് കൊടുത്തിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നീ ചെയ്താൽ മതി എന്നൊക്കെ പറയാണ്. ഞാനുണ്ടെങ്കിൽ ഈ റെസ്റ്റോറൻറ്റ് വാങ്ങിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ഒരാളാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അയാളുടെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോസും ഉണ്ടായിരുന്നു. ബോസാണെന്നുണ്ടെങ്കിൽ പിന്നെ തുല്ലിൻ്റെ അടുത്തേക്ക് അല്ലാണ്. തുല്ലിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തുല്ലാന്നുണ്ടെങ്കിൽ നീ എന്താ ഇത്ര ലേറ്റ് ആയിട്ട് വന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ എനിക്ക്
വയറ് നന്നായിട്ട് തന്നെ വേദനിച്ചു. അങ്ങനെ ഞാൻ വാഷ്റൂമിൽ കയറി. അതാ ഇത്ര അധികം ലേറ്റ് ആയെന്നൊക്കെ പറയാണ്. അങ്ങനെ അവിടേക്ക് ചെന്നതിന് ശേഷം എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഡ്രിങ്ക്സ് തീർന്നു പോകുമ്പോഴ് നമ്മുടെ മോശാന്നുണ്ടെങ്കിൽ ഞാൻ പോയി എടുത്തോണ്ട് വരാമെന്ന് പറയാണ്. അങ്ങനെ എല്ലാവർക്കും ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ ആയിട്ട് ബോധം പോവാണ്. നമ്മുടെ ബോസിന്റെ ഒഴികെ. ബോസാന്നുണ്ടെങ്കിൽ ആ ഡ്രിങ്ക്സിൽ എന്തൊക്കെയോ കലർത്തിയിട്ടുണ്ടായിരുന്നു.